السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ പ്രവാസി ഓപ്പൺ ഫോറം കൂട്ടായ്മയിലെ അഡ്മിൻ, മറ്റു സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. വളരെ സുദീർഘമായ ഒരു കൂട്ടായ്മയാണ് ഇതിലൂടെ നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാരഥന്മാരെ ഓർക്കുക എന്നുള്ള ഒരു കാലികമായിട്ടുള്ള വിഷയമാണ്. നമുക്കറിയാം, മഹാരഥന്മാരായ ആളുകൾ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നാം സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യമായ ഒരു പിടി മഹത്തുക്കൾ അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് സുന്നത്ത് ജമാഅത്ത് ഇന്നും കേരളക്കരയിലും മറ്റു സ്ഥലങ്ങളിലും പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. ബറക്കൽ മുല്ലക്കോയ തങ്ങൾ തൊട്ട് ഒട്ടനവധി ഉലമാക്കളും ഉമറാക്കളും അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം എല്ലാവരും ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഷഹീദെ മില്ലത്ത് CM ഉസ്താദ് അവറുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ഉത്തര മലബാറിന്റെ നവോത്ഥാനത്തിനും ദീനീ സ്ഥാപനങ്ങൾക്കും ദീനീ സംരംഭങ്ങൾക്കും വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഷഹീദെ മില്ലത്ത് CM ഉസ്താദ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിയോഗം നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യപ്രാപ്തി അത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉസ്താദിന്റെ തീരുമാനങ്ങളും ഉസ്താദിന്റെ ആ കാര്യപ്രാപ്തി എല്ലാം തന്നെ വളരെ ഏറെ എല്ലാവർക്കും പാഠം ഉൾക്കൊള്ളാവുന്നതാണ്. കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ മഹല്ലുകളുടെ എല്ലാം കാളിയായിട്ടും അതിൻ്റെ സ്ഥാപനങ്ങളുടെ ശില്പിയായിട്ടും മാറിയ ബഹുമാനപ്പെട്ട CM ഉസ്താദ് 2010 ഫെബ്രുവരി 15 നമ്മോട് വഫാത്താകുമ്പോൾ നാം എല്ലാവരും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എന്നാലും സമസ്തയുടെ അജീയമായ ആ ഒരു പ്രസ്ഥാനത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനവറുകൾ അള്ളാഹുവിന്റെ അലങ്കലീയമായ വിധിക്കുത്തരം നൽകി നമ്മിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉസ്താദിന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് തന്നെ ജാടകളില്ലാത്ത സാധാരണക്കാരനെ പോലെയുള്ള ഒരു ജീവിത ശൈലിയാണ് ഉസ്താദിനുള്ളത്. അതെല്ലാവർക്കും ഉസ്താദിനെ നോക്കി കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരുപിടി മഹത്തുക്കൾ, സമസ്തയുടെ നായകന്മാർ നമ്മൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ CM ഉസ്താദ്, അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കന്മാർ, ഒരുപാട് ആളുകളുണ്ട് നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമാക്കപ്പെട്ട വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.